അന്നത്തെ കാലത്ത് ഇത് വേറൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവളുടെ തല വെട്ടിക്കളയും. കാരണം ഇത് അവർക്ക് മാത്രമുള്ള ഒരു യൂണീക് ടൂൾ. ഒന്നെങ്കിൽ നിന്റെ രാജ്യം, അല്ലെങ്കിൽ നിന്റെ അറിവ്, നീ ഏതെങ്കിലും ഒന്ന് വിട്ടോളൂ. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ വിരാട് ഭാവത്തിലെ ചികിത്സിക്കാവുന്നത്. വിരാട് ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർഗുണനായിട്ടിരിക്കുക. പ്രാണ ഊർജം ഉപയോഗിച്ചിട്ട് ഒരാളെ ഹീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഹീലർ അല്ല. അതെ, ഹീൽ ചെയ്യുന്ന എനർജി. അതെ, നിങ്ങൾ ജസ്റ്റ് ഒരു മീഡിയം മാത്രം. 7 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇവർ ഹീലേഴ്സ് ആയിട്ട് മാറും. ഈ പറയുന്ന ശക്തികളിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നത് കർമ്മം മാത്രമാണ്. അതിന്റെ ബോണ്ടേജ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ജാപ്പനീസിന് നമുക്ക് ഒറ്റ വേർഷനേ ഉള്ളൂ. ഇത് വേറെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ കുലദേവതകളില്ല, ഏഞ്ചൽസ് ഇല്ല, ബട്ട് എല്ലാം അവർ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സ്. അപ്പൊ ഈ എല്ലാ സിസ്റ്റങ്ങളിലും നമ്മൾ ഈ പ്രൈമോഡിയൽ എനർജിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ചില സങ്കേതങ്ങൾ കാണും. ഒരുപക്ഷെ അതൊരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സിമ്പൽ ആയിരിക്കാം. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ 1000 തവണ ഒരു മന്ത്രം ചാൻഡ് ചെയ്യുന്ന സെയിം പവറാണ് ഈ ഒരൊറ്റ വേർഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാത്വികമായുള്ള ഭക്ഷണം കൊടുത്ത് ആരാധിക്കുന്ന ദേവതകളുണ്ട്, എന്നാൽ രാജസികമായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് ആരാധിക്കുന്ന ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പം ദേവത ഒന്നായിരിക്കും, പക്ഷെ എടുക്കുന്ന മെത്തേഡുകളിൽ അതിനകത്ത് ഡിഫറൻസ് വരും. ഇതിൽ ഒരു മാസ്റ്റർ ഇല്ല, ആയിരക്കണക്കിന് മാസ്റ്റേഴ്സ്, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ ജീവികളിലും ജീവികളല്ലാത്തതല്ല, അതായത് ചരാചരങ്ങളിൽ, ഇപ്പൊ പാറയ്ക്ക് അല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു കല്ലിന് അതിന് അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്. നമ ശിവായ. ESP പാരാവിഷൻ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പലതരത്തിലുള്ള മൊഡാലിറ്റീസ് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താറുണ്ട്. പലതരത്തിലുള്ള ആത്മീയ അന്വേഷണങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു, എന്നാൽ പാരതന്ത്ര്യത്തിൽ മരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചങ്ങലക്കെട്ടുകളുണ്ട്. റൂസോ പറഞ്ഞതുപോലെ എ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹി ഈസ് ചെയിൻഡ് എവരിവെയർ. പക്ഷെ അത് മാത്രമല്ല ശരി, ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ ഒരുപാട് ചങ്ങലക്കെട്ടുകളുടെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മൾ ഈ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓരോ ജന്മവും യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള കർമ്മബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ബന്ധങ്ങളെ നമുക്ക് ബന്ധനങ്ങളായി കാണുകയും അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് പരമമായ ആനന്ദത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കുന്നതിനും വേണ്ടിയാണ് പലതരത്തിലുള്ള മാർഗങ്ങൾ മനുഷ്യൻ അംഗീകരിക്കുന്നതും അത് അന്വേഷിക്കുന്നതും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സെമിറ്റിക് മതങ്ങളുടെ ഒരു അധിനിവേശത്തിന് മുൻപ് നിലനിന്നിരുന്നതായ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പൊ പലതും കാലഹരണപ്പെട്ട് പോവുകയും ശാസ്ത്രത്തിന്റെ വലിയൊരു കടന്നേറ്റത്തോടു കൂടി ഇതെല്ലാം തന്നെ അൺസയന്റിഫിക് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അതല്ലെങ്കിൽ ഇതെല്ലാം തന്നെ പ്രകൃതി വിരുദ്ധമാണ് എന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. ഹവായി ദ്വീപുകളിലെ കഹൂണന്മാരുടെ ഒരുപാട് പ്രാക്ടീസുകൾ ഇന്ന് പല സമൂഹങ്ങളിലും വളരെ ആഴത്തിൽ പഠിക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ജാവയിലേക്കാണ്. അപ്പൊ ജാവയിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നിലനിൽക്കുന്നതായ ഒരു സിസ്റ്റം, ജാവനീസ് മാഗ്നറ്റിസം. അപ്പൊ അതിന്ന് കേരളത്തിൽ വളരെയേറെ നല്ല രീതിയിൽ എന്താ പറയുക, അതിന്റെ പ്രാക്ടീസ് ചെയ്യുകയും അതിന്റെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന ശ്രീ സഫ്ദർ അഹമ്മദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. നമസ്തേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മൾ തന്നെ പറയുന്നത് തന്നെ ഒരു ഹീലിംഗ് മൊഡാലിറ്റി ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ജാവനീസ് മാഗ്നറ്റിസം? യഥാർത്ഥത്തിൽ 2800 കൊല്ലം പഴക്കമുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ജാവനീസ് മാഗ്നറ്റിസം. ഇന്തോനേഷ്യയിൽ ജാവ ഐലൻഡിലാണ് ഇതിൻ്റെ ഉത്ഭവം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവർ ഡിസൈൻ ചെയ്ത ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും, ശാരീരികമായാലും മാനസികമായാലും സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് ആയാലും ഈവൻ ബ്ലാക്ക് മാജിക്കോ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഡിസൈൻ ചെയ്ത ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ജാവനീസ് മാഗ്നറ്റിസം. ഇന്ന് അത് ഈ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാരെ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു നല്ല പവർഫുൾ ടൂളാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അതേപോലെ നേപ്പാളിലൊക്കെ ആൾക്കാർ കുറച്ച് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരാളെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ്. 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്കൊരാളെ ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള മൊഡാലിറ്റികളിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു മേജർ ബെനിഫിറ്റ് ആണ്.
രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇത് എപ്രകാരത്തിലാണ്, ഏത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളതാണ്. ശരിക്കും ജാവനീസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ലീനേജ് ആണ്. ഉം. അതിന്റെ 1000 പുറകില് ബാക്കിലുള്ള ലീനേജ് ആണ് സുണ്ടനി. ഉം. ഇപ്പം അവിടെ നടക്കുന്നത് ബാലിനീസ്, ഉം. കാരണം ബാലി. ബാലി, അതെ അതെ. അങ്ങനെ ഇത് ശരിക്കും 3 ലീനേജ് ആണ്. അതൊന്ന് വ്യക്തമാക്കാം ഓരോന്നിനെ കുറിച്ചും അല്ല, ഡീറ്റെയിൽ. അത് ഓരോരു കാലഘട്ടമാണ്. ഉം. സുണ്ടനി എന്ന് പറഞ്ഞാൽ ശരിക്കും 3800 കൊല്ലം പഴക്കമുണ്ട്. 2800 കൊല്ലം പഴക്കത്തിനാണ് നമ്മൾ ജാവനീസ് എന്ന് പറയുന്നത്. ബാലിനീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം പ്രസന്റ് ഒരു 500 ഇയേഴ്സിന് ഇങ്ങോട്ടേക്ക് അത് ബാലിനീസ് ആയി. കാരണം ഇതിലെല്ലാത്തിലും ഓരോ മൊഡാലിറ്റീസ് ഉണ്ട്. എല്ലാത്തിലും പല മൊഡാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജാവനീസിൽ തന്നെ ഇവർക്ക് വേറെ മൊഡാലിറ്റി ഉണ്ട്, ഗന്ധം. ഗന്ധം തന്നെ 1000-ലധികം ശാഖകളുണ്ട്. ഗന്ധത്തിലെ പല മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജാവനീസിലെ പല എനർജീസ് ഇവർ ക്രിയേറ്റ്. ഗന്ധം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്മെൽ എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഗന്ധമല്ല സാർ, ശരിക്ക് ഗന്ധം എന്ന് പറയുന്നത് മന്ത്രാസ്. മന്ത്രാസിനെയാണ് അങ്ങനെ പറയുന്നത്. അവിടുത്തെ വേർഡാണ്. അവിടുത്തെ മന്ത്രാസ് അല്ല, വേർഡ് അവിടുത്തെ വേർഡാണ്. അതെ അതെ. ഗന്ധം എന്ന് പറയുന്നത് അവരുടെ മന്ത്രാസ് എന്ന് പറയുന്ന പോലെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡാണ്. പിന്നെ പല ആൾക്കാർ ഇതിനെ മന്ത്ര മാഗ്നറ്റിസം എന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു വേർഡ് ഇതിനില്ല. കാരണം മന്ത്രങ്ങൾ ഉപയോഗിച്ച് മാഗ്നറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് മന്ത്ര മാഗ്നറ്റിസം എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും ഇതിന്റെ പ്യുവർ വേർഡ് ജാവനീസ് മാഗ്നറ്റിസം ആണ്. മനുഷ്യ ഊർജത്തിൽ വരുന്ന ചേഞ്ചുകളും അതേപോലെ മനുഷ്യ നമ്മുടെ ഈ പറഞ്ഞ പോലെ എനർജി ഫ്ലോകൾ കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന പോലെ എനർജീസ് പാസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ബ്ലോക്കേജുകൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് ആളുടെ ശരീരത്തിലാണെങ്കിലും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഇപ്പൊ ഫിസിക്കൽ മെന്റൽ ഏത് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലോക്കേജ് റിമൂവ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. അപ്പൊ ഈ ലീനേജിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവ തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടോ, അതോ ഇവ തമ്മിൽ പരസ്പരം വിഭിന്നങ്ങളാണോ പറഞ്ഞത്? അല്ല, ഇതിലെല്ലാം ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ട്. പലതിലും പല രീതിയിലുള്ള മന്ത്രങ്ങളാണ്, പലതിനും പല സ്റ്റൈലുകളാണ്. പക്ഷെ ജാവനീസിന് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു എക്യുപ്മെന്റ്സും ഇല്ലാതെ ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ഹ്യൂമൻ മാത്രം മതി. അത് സുണ്ടനി ലീനേജിലോട്ട് പോകുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി റിച്വൽസ് ഒക്കെ കൂടും. നമ്മൾ ഫ്ലവേഴ്സ്. അപ്പൊ ഇത് ഏത് കൾട്ടുമായിട്ട് റിലേറ്റഡ് ആണ് ഈ 3 സാധനങ്ങളും? അതായത് ഏത് തരത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് വന്നത്? ശരിക്കും അതൊരു ആരാധന സമ്പ്രദായമല്ല സർ. ഇത് പ്യുവർലി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ആരാധന കാണും. കാര്യം മനുഷ്യൻ ആദിമ കാലങ്ങളിൽ നമ്മൾ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചു തുടങ്ങി. ആരാധന എന്ന് പറയുമ്പോൾ ഒരു വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെക്കാൾ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പവറിനെ നമ്മളിങ്ങനെ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അവര് യൂണിവേഴ്സിനെയാണ്. അതെ അതെ. അവര് അനിമലിസം എന്ന് പറയുന്ന. അതെ, കാരണം പ്യുവർലി യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അനിമലിസം അല്ല, അനിമിസം. അതെ അതെ, കാരണം പ്യുവർലി യൂണിവേഴ്സ് ആണ്. കാരണം യൂണിവേഴ്സൽ എനർജീസ് ആണ് ഇതിന്റെ എല്ലാ ഇതിനെയും യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ പ്രത്യേകിച്ചൊരു ഈ പറയുന്ന പോലെ ഒരു മതങ്ങൾക്കും ഇതുമായിട്ട് യാതൊരു കണക്ഷൻസും മതങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ ഇതിന് ഞാൻ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇന്ത്യയായിട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ്, അതേപോലെ ടിബറ്റുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഈജിപ്തായിട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്, അറബ് കൺട്രീസ്. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം ഇവിടുന്ന് പോയ പല സാധനങ്ങളും ചിലപ്പം അവര് റീഡിസൈൻ ചെയ്തിട്ടായിരിക്കണം ഇതിന്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ സാർ, ഇതിനകത്ത് പല എനർജീസ് ആണ്. നമുക്ക് മന്ത്രങ്ങളുണ്ട്, എനർജീസ് ഉണ്ട്. എനർജീസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ട് വരുന്ന ചില വേർഡ്സ് ആണ്. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ 1000 തവണ ഒരു മന്ത്രം ചാൻഡ് ചെയ്യുന്ന സെയിം പവർ ആണ് ഈ ഒരു ഒറ്റ വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക്. യെസ്, അതേപോലെ ഭയങ്കര പവർഫുൾ. കാരണം ഇറ്റ്സ് പ്രോഗ്രാംഡ്. ഇപ്പൊ ഇവരെന്താണ് അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾക്ക് ഒരു ഇൻവോക്കിംഗ് മന്ത്രയുണ്ട്. ഈ മന്ത്ര എന്ന് പറയുന്നത് ഞാനൊരു തവണ എന്റെ ഒരു മാസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാർ ഇതിനകത്തൊരു വേർഡ് മാറ്റാൻ പറ്റും? അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഡീകോഡഡ് വേർഷൻ ആരെ കയ്യിലും ഇല്ല. ഇതിന്റെ ഡീകോഡഡ് വേർഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് ഏത് വേർഡ് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് അവര് അന്ന് കാലത്ത് അവര് പ്രോഗ്രാം ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പലതിനും എല്ലാത്തിനും ഒരു മാസ്റ്റർ ഉണ്ടാവും. ഇതിൽ ഒരു മാസ്റ്റർ അല്ല, ആയിരക്കണക്കിന് മാസ്റ്റേഴ്സ്, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ പേരിൽ ജാവനീസ് മാഗ്നറ്റിസം അറിയപ്പെടുന്നില്ല. അതാണ് അതിന്റെ ഒരു സത്യം. ഒരുപാട് മാസ്റ്റേഴ്സാണ്, ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. അപ്പൊ അതിൽ അറിയാവുന്ന ഏതെങ്കിലും മാസ്റ്റേഴ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പേര്? ഇല്ല,
ഇന്തോനേഷ്യയിൽ നമ്മൾ ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആൾക്കാരെ പേരറിയുന്നല്ലാതെ ഉം. പഴയ ആൾക്കാരെ ആർക്കും അതാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു കൾട്ട് എങ്ങനെയാണ് വന്നത്? അപ്പൊ അതിന് ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഇത് പലപ്പോഴും ഈ ജാവനീസിൽ പല കാര്യങ്ങളും സംഭവിച്ചത് പല തറവാടുകൾക്കും പല രീതിയിലുള്ള ഇതുണ്ട്. ഉം. ഈ ഞാൻ പറഞ്ഞ ഗന്ധങ്ങളുണ്ട്. ഉം. ഇപ്പൊ മാത്താരം ഗന്ധം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഉം. പഴയ മാത്താരം കിങ്ഡം ഉണ്ടല്ലോ സർ. ഉം. ആ സമയത്ത് വന്നതാണ് മാത്താരം ഗന്ധം. ഉം. ഇതിനൊരു ബേസ് ഇത്രയേ ഉള്ളൂ. മാത്താരം കുടുംബത്തിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്താരം എന്ന് പറയുന്ന കിങ്ഡം, ആ രാജകുടുംബത്തിന് അവര് തലമുറകളായിട്ട് കൈമാറി ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകും. ഇത് ഒരു കാലഘട്ടത്തില് ഈ മാത്താരം കിങ്ഡം ആയിട്ട് മറ്റൊരു രാജ്യം ഫൈറ്റ് വരുന്ന സമയത്താണ് ഇവര് പ്രശ്നം വെച്ച് നോക്കുന്ന പോലെ ഇവരെ നോക്കിയ സമയത്ത് കണ്ടത് നമ്മുടെ കയ്യിലുള്ള മന്ത്രങ്ങൾ നിങ്ങളുടെ ഭടന്മാരെ പഠിപ്പിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കിത് മുന്നോട്ട് പോകുള്ളൂ. അന്നത്തെ കാലത്ത് ഇത് വേറൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവളുടെ തല വെട്ടിക്കളയും. കാരണം ഇത് അവർക്ക് മാത്രമുള്ള ഒരു യൂണീക് ടൂൾ. ആ സമയത്താണ് പ്രശ്നം വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതിനുള്ള പരിഹാരമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇയാളോട് വന്ന് ഒന്നെങ്കിൽ നിന്റെ രാജ്യം അല്ലെങ്കിൽ നിന്റെ അറിവ്, നീ ഏതെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കണം. അങ്ങനെ ഇയാള് ഈ അറിവ് ഭടന്മാർക്ക് കൊടുക്കുന്നു. അവിടുന്ന് ഫൈറ്റ് ചെയ്യാൻ വരുന്ന 1,00,000 പട്ടാളക്കാരും ഇവരെ കയ്യിലുള്ളത് ജസ്റ്റ് 10,000 പട്ടാളക്കാരും. പക്ഷെ ഈ 1,00,000 പട്ടാളക്കാരെ ഈ 10,000 ആൾക്കാര് എതിർത്ത് വിജയിച്ചു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പവർ അവർ ഇൻവോക്ക് ചെയ്ത് യൂസ് ചെയ്യും. ഇതാണ് ഇങ്ങനെ. ഇതിന് ഓരോരോ ഗന്ധത്തിനും ഓരോരോ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അതേപോലെ ജാവനീസിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ആ ജാവ ഐലൻഡിലുള്ള അവർക്ക് അന്നത്തെ കാലത്ത് ദ്വീപാണ്, ജാവ ഐലൻഡ് ആണ്. അവിടെ ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പുറത്ത് പോയി കഴിയുമ്പോഴും അവർക്ക് അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലാഞ്ഞ സമയത്ത് അവരായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ശരിക്കും ജാവനീസ് മാഗ്നറ്റിസം. അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അവരുടെ ഫാമിലിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം, കാരണം അത് ഭയങ്കര യുണീക്കായിട്ട് അവർ കൊണ്ടു നടന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ ഇന്നാണ് അത് എനിക്ക് തോന്നുന്നത് ഒരു ലാസ്റ്റ് ഒരു 20 years ഒക്കെ ആയിട്ടായിരിക്കും ഇത് പുറത്തേക്ക് കുറച്ച് സ്പ്രെഡ് ആവാൻ തുടങ്ങിയത്. അതിനു മുമ്പേ അത് ജാവ ഐലൻഡിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു മൊഡാലിറ്റിയാണ്. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ രാജവംശങ്ങൾക്കും അവരുടേതായ, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു തറവാടുകൾ വരുന്നു. തറവാടുകളിൽ നിന്ന് പിന്നെ വീണ്ടും ഓരോ കുടുംബങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ അവർക്ക് ഭരദേവതാ സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കുലദേവത ഭരദേവത എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ മാത്രമായിട്ടുള്ള രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ദേവീ സങ്കല്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം കൊടുത്ത് ആരാധിക്കുന്ന ദേവതകളുണ്ട്. എന്നാൽ രാജസികമായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് ആരാധിക്കുന്ന ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പം ദേവത ഒന്നായിരിക്കും, പക്ഷെ എടുക്കുന്ന മെത്തേഡുകളിൽ അതിനകത്ത് ഡിഫറൻസ് വരുന്നു. അപ്പൊ അവർക്ക് തന്നെ ഇപ്പൊ ഓരോ ദൈവങ്ങൾക്കും അതിന്റെ മൂലമന്ത്രങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രൈമറി കോഡാണത്. അപ്പൊ ആ കോഡ് വെച്ചിട്ടാണ് ആ ഒരു എനർജി വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പ്രപഞ്ചത്തില് എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. മാത്രമല്ല ഇതൊരു അനിമിസത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ എല്ലാ ജീവികളിലും ജീവികളല്ലാത്തതല്ലും, അതായത് ചരാചരങ്ങളിൽ, ഇപ്പൊ പാറയ്ക്ക് അല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു കല്ലിന് അതിന് അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഊർജ്ജം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതെല്ലാം നിലനിന്ന് പോന്നിരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് തൊട്ടടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെ തൊട്ടടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ മെസ്മറിസം. കാരണം മനുഷ്യന്റെ ഊർജം മറ്റൊരാളുടെ ശരീരത്തിലോട്ട് കടത്തിവിട്ട് അതിന്റെ അവരുടെ മെസ്മറിസം ഉപയോഗിക്കുന്നത് പല ആൾക്കാരും. സത്യം. കാരണം മെസ്മറിസം എന്ന് പറയുന്നത് ഒരുപാട് മിസ്ലീഡ് ചെയ്യും. കാരണം അവര് അത് ഒരുപാട് റീഡിസൈൻ ഒക്കെ ചെയ്തു അതൊരു പുതിയ വേർഷൻ ആക്കി. പക്ഷെ മെസ്മറിസം ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ടിലും പാസുകളുണ്ട്, ശരീരത്തിലോട്ട് ഊർജം കയറ്റി വിടുന്നത്. കാരണം നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും പ്രാണ ഊർജം ഉപയോഗിച്ചിട്ട് ഒരാളെ ഹീൽ ചെയ്യുന്നില്ല. നമ്മൾ പ്യുവർലി യൂസ് ചെയ്യുന്ന യൂണിവേഴ്സൽ എനർജീസ്. മെസ്മറിസം പഠിച്ചിട്ടുണ്ടോ? മെസ്മറിസം പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാമോ? മെസ്മറിസം എന്ന് പറയുന്നത് ശരിക്ക് ഫ്രാൻസ് ആൻഡ് മെസ്മറിന്റെ തുടക്കകാലത്ത് പുള്ളി ഡ്രമ്മിലൊക്കെ, നമ്മുടെ വലിയ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ച് അതില് കാന്തങ്ങൾ വെച്ചിട്ടായിരുന്നു ആൾക്കാരെ ഹീൽ ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. അവിടുന്ന് പുള്ളി മനസ്സിലാക്കി ഹ്യൂമൻ ബോഡിയിൽ ഒരു എനർജി ഉണ്ട്, നമ്മുടെ കൈകളിലൂടെ മറ്റുള്ള ഒരാൾക്ക് എനർജി പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അയാളുടെ ബോഡിയിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണല്ലോ, ഇതിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറും എന്നുള്ള രീതിയിലോട്ട് അയാളുടെ കണ്ടെത്തലുകൾ വന്നു. അതിന് ശേഷമാണ് പിന്നെ പുള്ളി ഡ്രമ്മൊക്കെ ഒഴിവാക്കി പിന്നെ ഹ്യൂമൻ ബോഡിയിലൂടെ
പാസുകൾ കൊടുത്തുകൊണ്ട് ഉം. ആൾക്കാരുടെ അസുഖം ഭേദപ്പെടുത്താം എന്ന് പറയുന്നത്. ഉം. അതിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ യാതൊരു ഇപ്പം ഈ പറയുന്ന പോലെ ദേവതകളോ കുലദേവതകളോ ഏഞ്ചൽസോ അങ്ങനെ ഒന്നുമില്ല. ഉം. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പല രീതിയിലും ആൾക്കാർ മിസ്ലീഡ് ചെയ്ത് ഉം. അതിന് എന്തൊക്കെയോ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി ഇപ്പൊ. ഉം. ഉം. അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കണം അതുണ്ടോ ഇതുണ്ടോ. അപ്പൊ നമ്മള് നോർമലി ഞാൻ 4 മാസ്റ്റേഴ്സിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഉം. 4 ആൾക്കാർ 4 വേർഷൻസ് പഠിപ്പിക്കുന്നത്. ഉം. അതാണ് ഇതിന്റെ ഒരു മെസ്മറിസത്തിന്റെ ഒരു ബാക്ക് എൻഡ്. ഉം. പക്ഷെ ജാപ്പനീസിന് നമുക്ക് ഒറ്റ വേർഷനേ ഉള്ളൂ. ഉം. 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 കാരണം ഇത് വേറൊരാൾക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഉം. 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 കാരണം ഇത് അവരുണ്ടാക്കി വെച്ച എന്തോ ഉം. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഉം. ഉം. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സാർ, ഒരു വാക്ക് പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഉം. 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 അതിന് ഈ പറഞ്ഞ പോലെ കുലദേവതകളില്ല, ഉം. ഏഞ്ചൽസ് ഇല്ല. ഉം. ബട്ട് എല്ലാം അവർ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സിന്. ഉം. യൂണിവേഴ്സ് ആണ് അവരുടെ എല്ലാം. ഉം. ഇത് മനുഷ്യരിൽ മാത്രമല്ല ഉം. മൃഗങ്ങളിലും വർക്ക് ചെയ്യും. ഉം. 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 മനുഷ്യർക്ക് മാത്രം വരുന്ന അസുഖങ്ങൾ മാത്രമല്ല മൃഗങ്ങൾക്ക് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഉം. അതാണ് ജാപ്പനീസിന്റെ ഒരു മെയിൻ ഗുണം. ഉം. ഞങ്ങൾ മൃഗങ്ങളിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അല്ല അപ്പൊ റേക്കി പ്രാണി ഹീലിംഗ് ഇതിലെല്ലാം ഇങ്ങനെയുള്ള അതെ സിസ്റ്റങ്ങളിലെല്ലാം അതുണ്ടായിരുന്നു. അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ എല്ലാ വ്യവസ്ഥകളിലും ഈ കുലദേവത എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു ഫസ്റ്റ് വൈബ്രേഷൻ ആണ്, അതെ നമ്മുടെ ഒരു സത്യം എനർജിയാണ്. അപ്പൊ സത്യം അങ്ങ് ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങയുടെ തുടക്കം അത് എവിടെയായിരുന്നു, ഫസ്റ്റ് എവല്യൂഷൻ. അതെ ആ എവല്യൂഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇനിഷ്യൽ വൈബ്രേഷൻ അത് നിങ്ങളുടെ തന്നെ മറ്റൊരു പ്രൊജക്റ്റഡ് വെർഷൻ ആണ്. സത്യം സത്യം അതിന്റെ ചെറിയൊരു അംശമാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ അതിനെയാണ് നമ്മൾ കുലദേവത എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അതെ അപ്പൊ ഈ എല്ലാ സിസ്റ്റങ്ങളിലും നമ്മൾ ഈ പ്രൈമോഡിയൽ എനർജിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതായ കണക്ട് ചില സങ്കേതങ്ങൾ കാണും. അതെ ഒരുപക്ഷെ അതൊരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഈ അതെ പറഞ്ഞ ഒരു സിമ്പൽ ആയിരിക്കാം. അതെ പല ആളുകളും ലോകത്തിൽ പലതരത്തിലുള്ള സിമ്പലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെ അപ്പൊ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സിമ്പൽ ക്രോസ് ആണ്. അതെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്കത് സത്യം അറിയാൻ സത്യം പറ്റും. സത്യം അപ്പൊ അതുപോലെയാണ് സ്വസ്തിക് സിമ്പൽ കൊണ്ട് അതിന്റെ തെറ്റായ ഒരു വെർഷൻ ഹിറ്റ്ലർ ഉപയോഗിച്ചു. അപ്പൊ അതെ എല്ലാ അതുപോലെ തന്നെ കൊടിക്കൂറുകൾ എല്ലാ രാജ്യങ്ങളിലും അവർക്ക് കൊടിക്കൂറുകളുടെ തുമ്പിലായിട്ട് അവരൊരു അതെ സിമ്പൽ വയ്ക്കാറുണ്ട്. സത്യം സത്യം അപ്പൊ ഈ സിമ്പലുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ എനർജിയെ നമ്മളിലേക്ക് എടുക്കാനുള്ള ചില സത്യം സത്യം റിസപ്റ്റേഴ്സ് ആണ്. അതെ അതെ അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അതെ അല്ല ഇതിൽ നമ്മൾ മന്ത്രാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഉം. അതെ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കണക്ട് ചെയ്യാതിരിക്കാൻ അതെ പറ്റില്ല അതെ പ്രൈമോഡിയൽ എനർജി ആയിട്ട്. മന്ത്രാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉം. ഉം. പ്യുവർലി നമ്മൾ മന്ത്രാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഉം. പിന്നെ ഇതിന് ഞാൻ കാണുന്ന ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉം. ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. ഉം. 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 നമ്മളിപ്പോ റേക്കി ആണെങ്കിലും പ്രാണക്കീലിംഗ് ആണെങ്കിലും പല റേക്കി മാസ്റ്റേഴ്സ് ഇത് ചെയ്യാൻ പഠിക്കും. ഉം. ഞാൻ പഠിപ്പിച്ചു തരാം, ഉം. പക്ഷെ ഞാൻ ചെയ്യില്ല. ഉം. ഉം. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഉം. കാരണം ഞാൻ പറഞ്ഞല്ലോ സാർ, ഉം. നമ്മൾ ഒരിക്കലും ഇത് ചെയ്തിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ആവില്ല. ഉം. ഉം. ഇപ്പം നമ്മളടുത്ത് വരുന്ന പല സ്റ്റുഡൻസിനും ഉം. എനിക്കറിയാം 40 years ആയിട്ടൊക്കെ ഉം. റേക്കി ആൻഡ് പ്രാണക്കീലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഉം. നമ്മളടുത്ത് പറയും, ഞാൻ ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ എനർജി എന്തായിരുന്നു, നമ്മുടെ അറ്റ്യൂൺമെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സെയിം എനർജി എനിക്ക് തിരിച്ചു കിട്ടി. ഉം. കാരണം ഈ എനർജി ഓൾറെഡി കണ്ടാമിനേറ്റഡ് ആയി പോയിക്കൊണ്ടേയിരിക്കുക. ഉം. ഉം. കാരണം നമ്മൾ നമ്മുടെ ഊർജ്ജം അവരുടെ വെച്ച് പ്രാക്ടീസിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, അതിലൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു ഉം. മിസ്സിംഗ് ആണ്. പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ അതില്. ഉണ്ട്, പക്ഷേ പക്ഷെ സാർ റേക്കിയിൽ അതില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ റേക്കി മാസ്റ്റർ ഹീലറാണ്. അപ്പൊ ഓക്കെ ഞാൻ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വിഷയമാണത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ വിരാട് ഭാവത്തിലെ ചികിത്സിക്കാവുന്നത്. വിരാട് ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർഗുണനായിട്ടിരിക്കുക. നിങ്ങളൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ലൈറ്റ് കത്തണമെങ്കിൽ അതിന്റെ സ്വിച്ച് ബോർഡിൽ നിന്ന് ഇതിലേക്ക് ഒരു വയർ വരണം. ഈ സത്യം വയർ വിചാരിക്കുകയാണ് ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു. യെസ്. അത് അവിടെ അങ്ങനെ ഇരുന്നാൽ ഒരു ഡ്രെയിനിങ്ങും വരില്ല. യഥാർത്ഥത്തിൽ സാർ ജാപ്പനീസ് പറയുന്നത് സെയിം ആണ്. അതെ, റേക്കിലും നിങ്ങൾ അതാണ് സിസ്റ്റം. നമ്മുടെ അതെ ഉപയോഗിച്ച് കുഴപ്പമാക്കുന്നതാണ് അത്. സത്യം, നിങ്ങൾ ഒരിക്കലും ഹീലർ അല്ല. അതെ ഹീൽ ചെയ്യുന്ന എനർജിയാണ്. അതെ നിങ്ങൾ ജസ്റ്റ് ഒരു മീഡിയം മാത്രം. അതെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, ഉം. എനർജീസ് വന്ന് വർക്ക് ചെയ്യുന്നു. അതെ 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 നമ്മൾക്ക് ജസ്റ്റ് അപേക്ഷിക്കാൻ മാത്രമേ ഇതിൽ പഠിപ്പിക്കുന്നുള്ളൂ. തീർച്ചയായും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഞാൻ ജാപ്പനീസ് ഹീലറാണ് ഉം. ഞാൻ പറയും, ഒരിക്കലും അല്ല. അതെ ഞാൻ ജാപ്പനീസിന്റെ ഒരു മീഡിയം ആണ്. അതെ അതെ. കാരണം എനിക്കറിയാം, എനിക്ക് അറ്റ്യൂൺമെന്റ് കിട്ടിയത് കൊണ്ട് എനർജീനെ എങ്ങനെ വിളിക്കണം, ഉം. എങ്ങനെ ഒരാളുടെ ശരീരത്തിലേക്ക് ഇതിനെ അയച്ചു കൊടുക്കണം. ഉം. 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 ഏ ഉം. ബാക്കി എല്ലാ ഹീലിംഗും ചെയ്യുന്ന എനർജീസ് ആണ്. അതെ അതെ അതെ. ഞാൻ എന്ന് പറയുന്ന സാധനം ഇവിടെ വരുമ്പം ഇത് കുളമായി. ഉം. പിന്നെ ഞാൻ ഹീലറായി എന്ന് പറഞ്ഞാൽ അതിന്റെ കർമ്മ ഞാൻ അതെ മാറണം. അതെ അതെ ഞാൻ ഹീലർ അല്ല. കർമ്മ എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യത്തിനല്ലേ ഉണ്ടാവുള്ളൂ. തീർച്ചയായും. എനർജി വർക്ക് ചെയ്യുന്നു, എനർജി ഇപ്പൊ തിരിച്ചു. ഒരാളുടെ രോഗം വരുന്നത് തന്നെ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, പൂർവ്വജന്മാർജിതം പാപം വ്യാധി സത്യം രൂപേണ ജായതേ. അപ്പൊ ഇതിനെ നമ്മളെ അടുത്ത് വരുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ അസുഖം മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഈ എനർജി എന്നിലൂടെ ഒഴുകുക. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ബിജു പത്മനാഭന്റെ അടുത്ത് വന്ന ഒരു രോഗി, അയാളുടെ രോഗം മാറിയില്ലെങ്കിൽ അത് എന്റെ ഈഗോയെ ഹർട്ട് ചെയ്യും. അതുകൊണ്ട് മാറിയേ പറ്റുന്നു പറഞ്ഞിട്ട് ഞാൻ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ കർമ്മ എന്നിലേക്ക് വരും. അത് സ്വാഭാവികമായ സത്യം സത്യം. കാര്യമാണ്. ഇവിടെയാണ് ഈ പല ഹീലേഴ്സിനും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ വരും, വരാൻ പാടില്ല. ഇത് വർക്ക് ചെയ്യാതോ. അതെ അതെ വർക്ക് ചെയ്യാതാവുന്ന മാത്രമല്ല, ഞാൻ എന്തോ ആണ്, ഞാൻ ഒന്നുമല്ല. ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരാഴ്ച
എനർജി എൻ്റെ ബോഡിയിൽ ഇല്ലാത്തൊരവസ്ഥ വന്നു. ഉം, ഉം, എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. ഉം, എനർജി ടോട്ടലി ബ്ലോക്കായി. ഉം. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതെ അതെ അതെ. ഇവിടെ ആകെയുള്ളത് എനർജി മാത്രം. ഉം, ഈ എനർജി ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഉം, എനിക്കൊന്നും ചെയ്യാനുമില്ല. ഉം. ഞാൻ വിളിക്കുമ്പോൾ എനർജി ആക്ടിവേറ്റ് ആവാതെ ഇരിക്കുന്ന ആ മൊമെന്റ് മുതൽ ഞാൻ ടോട്ടലി ഡൗൺ ആയിപ്പോയി. അതെ അതെ. കാരണം എനിക്ക് ഈ എനർജി ഹീലിംഗ് മാത്രമല്ല, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ വരെ സ്റ്റക്കായി. ഉം, കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉം. അന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയും, നിങ്ങൾ ആരും ഹീലേഴ്സ് അല്ല, നിങ്ങളെല്ലാവരും മീഡിയം മാത്രം. അത്രേ ഉള്ളൂ. എനർജിക്ക് വരാനുള്ള ഒരു മീഡിയം, അത് വരും, ഹീൽ ചെയ്യും, പോവും. ഉം. ഇങ്ങനെ ചെയ്യാവൂ. അപ്പം ശരിയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഏതൊരു സ്റ്റുഡൻ്റ് ആയാലും, സാറിന് അറിയുന്ന നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഉം, ഇവരെല്ലാവരും പവർഫുൾ ഹീലേഴ്സാണ്. ഉം, 7 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇവർ ഹീലേഴ്സ് ആയിട്ട് മാറുകയാണ്. ഉം, ഉം, കാരണം അവർ ചെയ്യുന്നില്ല. ഉം, 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 ഇത് പലപ്പോഴും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഉം, എന്നെനിക്ക് പല മൊഡാലിറ്റീസിനും തോന്നാറുണ്ട്. ഉം. അതെ. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ഒരു കർമ്മ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, അതിനെ വിട്ട് നമുക്കൊരു കളിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും അതെ. പ്രധാനം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ശക്തികളിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യൂ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന കർമ്മം മാത്രമാണ്. അതിന്റെ ബോണ്ടേജ് മാത്രമേ വരുന്നുള്ളൂ. സത്യം സത്യം. അതുകൊണ്ട് നമ്മളിപ്പോ എത്ര ചിന്തിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ കർമ്മ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ വിഷയങ്ങളെ വരും. വേറെ ഒന്നും വരാനില്ല. സത്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങ് ഈ ഒരു ഇതിലേക്ക് ട്രാക്കിലേക്ക് വരാനുള്ള എന്താണ് റീസൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് സർ, ഈ ഞാൻ പറഞ്ഞ പല അന്വേഷണം? മൊഡാലിറ്റീസും ട്രൈ ചെയ്തു. ഉം. ട്രൈ ചെയ്ത് ഹിപ്നോസിസ്. എങ്കിലും അതിന്റെ പിറകിൽ ഒരു കഥ കാണുമല്ലോ. കാര്യം എന്ന് വെച്ച് ഇല്ല, കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ക്യൂരിയോസിറ്റിയാണ്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ കണ്ടാൽ, ഉം, ഇപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന ലോ ഓഫ് അട്രാക്ഷൻ, ഉം, ഉം, അപ്പൊ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി. ഉം. നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ലൈഫിൽ അതെ സംഭവിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിതൊക്കെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്നു. ഉം, എനിക്കിത് വർക്ക് ചെയ്യുന്നില്ല.